ലിറ്റൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്, അതുപോലെ തന്നെ നിങ്ങളെ കുറിച്ച് എന്താണ് അവർ മനസ്സിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് അതിനെക്കുറിച്ചുള്ളത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ എന്ത് ആക്ഷൻ ആണ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടോ ഈ റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ അറ്റ് പ്രസന്റ് എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളത്, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് അവരെ നയിച്ചിട്ടുള്ള ഒരു റീസൺ എന്താണ്, കൂടാതെ ഈ റിലേഷൻഷിപ്പിന്റെ ഔട്ട്കം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നു എങ്കിൽ മാത്രം നിങ്ങൾ ഇത് സ്വീകരിക്കുക, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ ഇതിൽ വരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമുക്ക് അവരുടെ മനസ്സിൽ എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ്. ഈ ലവേഴ്സ് കാർഡിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും, അവര് നിങ്ങളൊരു സോൾമേറ്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഈ സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും അവര് നിങ്ങളുമായിട്ട് അത്രയധികം സോൾ കണക്ഷൻ ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കൂടാതെ നിങ്ങളോട് വളരെയധികം ലവ്, വളരെ ഡീപ്പായിട്ടുള്ള ഒരു ലവ് ആണ് അവർക്കുള്ളത്. അതുപോലെ തന്നെ വളരെയധികം പാഷൻ നിങ്ങളോടുണ്ട്, വളരെയധികം അട്രാക്ഷൻ, ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളോട് അവർക്ക്. ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രെങ്ത് ഉള്ളൊരു റിലേഷൻഷിപ്പ് ആണ് എന്ന് അവർക്ക് നല്ലൊരു ബോധ്യമുണ്ട്. അങ്ങനെ ഒരു മുറിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ മുറിച്ച് കളയേണ്ട ഒരു റിലേഷൻഷിപ്പ് അല്ല, എപ്പോഴും ഒന്നിച്ചു കൊണ്ടുപോകേണ്ട ഒരു റിലേഷൻഷിപ്പ് ആണെന്നും അതിന് യൂണിവേഴ്സിന്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്നും അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് അവർ തിരിച്ചറിയുന്നു. കൂടാതെ നിങ്ങളുമായിട്ട് വളരെയധികം അവര് കണക്റ്റഡ് ആണ്. അവർ എന്താണോ, അവര് റിയൽ ആയിട്ട് അവരെന്താണോ അത് അതുപോലെ തന്നെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നവർ മനസ്സിലാക്കുന്നു. ഒരു പക്ഷെ അവരുടെ സ്നേഹമായിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യമായിരിക്കാം, അങ്ങനെയുള്ള നമുക്കറിയാലോ, എല്ലാ റിലേഷൻഷിപ്പിലും നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പെരുമാറുന്നത് അതുപോലെ അങ്ങനെ കാണിക്കണമെന്നില്ല. പുറത്തേക്ക് കുറച്ച് നല്ല രീതിയിലൊക്കെ ആയിരിക്കും പെരുമാറുക. പക്ഷെ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ മനസ്സിലാക്കുന്നത് അവരുടെ മനസ്സിൽ എന്താണ് അവര് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അവർക്ക് തോന്നുന്നത്, അതുപോലെ നിങ്ങളോട് അത്രയും വൾണറബിൾ ആയിട്ട് പെരുമാറുക എന്ന് നമ്മൾ പറയില്ല, അങ്ങനെ വൾണറബിൾ ആയിട്ട് പെരുമാറാൻ നിങ്ങളോട് കഴിയും എന്ന് അവർ മനസ്സിലാക്കുന്നു. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള അത്രയും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ എന്നും, വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇത് എന്നും അവർ മനസ്സിലാക്കുന്നു. ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ത് ആക്ഷൻ ആണ് എടുക്കുന്നത് എന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അതായത് നിലവിൽ ഈ ഒരു കാർഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നിലവിൽ നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സെപ്പറേഷൻ സ്റ്റേജിലാണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവരിപ്പോ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇവരിപ്പോ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു ലവ് പ്രപ്പോസലുമായിട്ട് വരണം എന്ന് തന്നെയാണ്. അതായത് അവരുടെ മനസ്സിൽ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്. നമ്മളിപ്പോ ലവേഴ്സ് കാർഡിൽ കണ്ടതുപോലെ നിങ്ങളോട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്നേഹമുണ്ട്. അത് ഇത്രയും നാൾ അവര് നിങ്ങളോട് കൃത്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഇപ്പോ അവര് ചിന്തിക്കുന്നത് നിങ്ങളോട് വളരെയധികം തുറന്ന് സ്നേഹം പ്രകടിപ്പിക്കണം, അവരുടെ മനസ്സിലുള്ള സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കണം, വളരെ ജെന്യൂൻ ആയിട്ട് അത് നിങ്ങളോട് പ്രകടിപ്പിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു പ്രപ്പോസലുമായി നിങ്ങളിലേക്ക് വരാൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്രയും നാള് ചിലപ്പോൾ അവർ വളരെ ലോജിക്കലിയൊക്കെ തിങ്ക് ചെയ്തിരുന്ന വ്യക്തി ആയിരുന്നിരിക്കാം. പക്ഷെ ഇപ്പോൾ അവർ ചിന്തിക്കുന്നു, അവരുടെ മനസ്സ് പറയുന്നത് കേൾക്കണം. അവര് ഹൃദയം പറയുന്നത് കേൾക്കാതെ തലച്ചോറ് പറയുന്നത് മാത്രം കേട്ടുകൊണ്ടിരുന്നിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ട്, ഇങ്ങനെ തന്റെ സ്നേഹം ഉള്ളില് മറച്ചു വെക്കാനുള്ളതല്ല എന്നും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെന്നും, ഇത്
മുന്നോട്ട് കൊണ്ടുപോകാൻ അവര് മുൻകൈ എടുത്ത് വരണം എന്നും തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ചെറിയൊരു സെപ്പറേഷൻ ഫേസ് കാണുന്നുണ്ട്. ഒരു ചെറിയൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയൊരു അകൽച്ച നിങ്ങൾ തമ്മിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു അകൽച്ച എന്തിനാണെന്ന് വെച്ചാൽ, അതായത് ഇതിന്റെ ഒരു ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അവരിങ്ങനെ നിങ്ങളോട് ഒരു അകൽച്ച കാണിക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ചേഞ്ച് നിങ്ങൾക്ക് വേണം എന്നാണ് അവർക്ക് തോന്നുന്നത്. അതായത് സ്ട്രോങ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേഞ്ച് നിങ്ങളിൽ ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ചേഞ്ച് വേണം എന്ന് അവര് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഇവിടെ വന്നിട്ടുള്ളത്. അതിനുള്ള റീസൺ മറ്റെന്തെങ്കിലും ആയിരിക്കാം, നമ്മൾ അത് കൂടുതലായിട്ട് നോക്കുന്നില്ല. പക്ഷെ അവര് മനസ്സിലാക്കുന്നത് നിങ്ങൾക്കൊരു മാറ്റം വേണം, നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഇമോഷണലി ഒക്കെ ഒരു സ്റ്റെബിലിറ്റി വേണം എന്നൊക്കെയാണ് അവര് മനസ്സിലാക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ചേഞ്ച്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾ ഒരു പക്ഷെ അത്ര മെച്യൂരിറ്റി റിലേഷൻഷിപ്പിൽ കാണിക്കാത്ത ഒരു വ്യക്തിയാണ് എന്നാണ് തോന്നുന്നത്. അതായത് നിസ്സാര കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുക, അവർക്ക് ആവശ്യത്തിനുള്ള ഒരു സ്പേസ് കൊടുക്കാതിരിക്കുക, വളരെ അധികം ഇമോഷണൽ ആയിട്ട് പെരുമാറുക, അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് അതിനൊരു മാറ്റം വേണമെന്നും കുറച്ചുകൂടെ ബോൾഡായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്യൂർ ആയിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിൽ പെരുമാറണം എന്നും ഒക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇപ്പോഴുള്ള ഈ ഒരു സെപ്പറേഷൻ കൊണ്ട് അവര് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവണം എന്നാണ്. ആ ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് 10 ഓഫ് കപ്സിലേക്ക് പോകണം എന്നാണ് അവര് ചിന്തിക്കുന്നത്. അവരാഗ്രഹിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഇമോഷണലി സ്റ്റേബിൾ ആവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു 10 ഓഫ് കപ്സ് എന്നുള്ള ഒരു ലെവലിലേക്ക് മാറും എന്ന് അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്രയധികം ഹാർമണി ഉണ്ടാവുമെന്നും അത് അവരുടെ ഒരു ഫുൾഫിൽമെന്റ് ആണ്, കൂടാതെ നിങ്ങൾക്കും അതൊരു ഫുൾഫിൽമെന്റ് ആണ് എന്ന് അവർ മനസ്സിലാക്കുന്നു. അതുപോലെ ഈ ഒരു ഫുൾഫിൽമെന്റ് അല്ലെങ്കിൽ ഈ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നും വരുന്നതാണ്. അതായത് പുറമേക്ക് നമ്മൾ കുറെ മെക്കാനിക്കലി ഉണ്ടാക്കി എടുക്കുന്ന ഒരു ഫുൾഫിൽമെന്റ് അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹാപ്പിനെസ് അല്ല. അത് നിങ്ങളുടെ അവരുടെയും, പ്രത്യേകിച്ച് നമ്മൾ അവരുടെ കാര്യമാണ് നോക്കണം, അവരുടെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ഹാപ്പിനെസ് ആണ്. അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു വിഷ് കം ട്രൂ ആണ്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു ഫാമിലി ആയിട്ട്, കുട്ടികൾ, വീട്, അങ്ങനെയൊക്കെ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം. അതായത് ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒരു ഫാമിലിയിലേക്ക് കൂടുതലും ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ഇനി അങ്ങനെ അല്ലാത്ത സിറ്റുവേഷനിലുള്ളവരാണെങ്കിൽ പോലും ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തമ്മിൽ തമ്മിൽ പരസ്പരം താങ്ങും തണലുമായി മുന്നോട്ട് കൊണ്ടുപോകണം. വളരെയധികം ഹാർമണി ഉണ്ടാവണം. ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ലവ് ആണ്. ആ രീതിയിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഔട്ട്കം നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് സ്ട്രെങ്ത് കാർഡാണ്. അപ്പം ഇവര് ഈ ഒരു ഉദ്ദേശം കൊണ്ട്, അതായത് ഇങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരണമെന്ന് ആണ് അവർ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കൂടുതൽ സ്ട്രെങ്ത് തരും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഇമോഷണലി അത്ര സ്റ്റേബിൾ അല്ലാത്ത ഒരു വ്യക്തിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി ലഭിക്കാനും അതിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആവാനും കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളോട് വളരെയധികം പാഷനും അവർക്കുണ്ട്. അതും നമ്മൾ ആദ്യമേ പറഞ്ഞ വളരെയധികം പാഷൻ ഉണ്ട്, വളരെയധികം ഫിസിക്കൽ അട്രാക്ഷനും നിങ്ങളോട് തോന്നുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്കുള്ള ആ ഒരു ചെറിയ ഒരു ഇമ്മെച്യൂർ ആയിട്ടുള്ള ആ ഒരു ബിഹേവിയർ മാറ്റിയെടുക്കുക, അതായത് നിങ്ങളൊന്ന് മെരുക്കിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അവരുടെ മനസ്സിൽ ഉണ്ട്. പക്ഷെ അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങളെ കുറച്ചുകൂടെ നല്ലൊരു വ്യക്തിയാക്കി മാറ്റണം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ നല്ലൊരു ഒരു പേഴ്സണായിട്ട്, ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കൂടാനും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് കൂടാനും എല്ലാം അത് വളരെ അത്യാവശ്യമാണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു
വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് റിലേഷൻഷിപ്പിൽ ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ചെറിയ സെപ്പറേഷൻ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തി ഒരു പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആ ഒരു സെപ്പറേഷൻ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സ്ട്രെങ്ത് കൂട്ടുന്ന, സ്റ്റെബിലിറ്റി കൂട്ടുന്ന, ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആക്കി മാറ്റാൻ കഴിയുന്ന ഒരു ഫേസ് ആണ് എന്ന് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് അവര് ഒരു ആക്ഷൻ, റൊമാൻസിന്റെ ഒരു കപ്പുമായിട്ട് അവര് വരാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇത്രയാണ് ഈ ഒരു റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്ക് അടുത്തൊരു റീഡിങ്ങിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിരിക്കുക.